കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഓടുമേന ഒരു വീട്ടിലായിരുന്നു രാഹുലിന്റെ ജനനം. അച്ഛൻ മാധവൻ ഒരു ചെറിയ പലചരക്ക് കടയിലെ ജീവനക്കാരനായിരുന്നു. അമ്മ സുനിത വീട്ടുജോലിക്കാരിയും. വലിയ സമ്പാദ്യമൊന്നുമില്ലെങ്കിലും രാഹുലിന്റെ ജനനം ആ കൊച്ചു വീട്ടിൽ വലിയ ആഘോഷമായിരുന്നു. തങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറ്റാൻ മകൻ വളർന്നു വരുമെന്ന് ആ മാതാപിതാക്കൾ മോഹിച്ചു. ബാല്യവും കൗമാരവും രാഹുൽ വളർന്നത് സാധാരണക്കാരനായ ഒരു കുട്ടിയായിട്ടാണ്. മറ്റുള്ളവരെ പോലെ വലിയ വിലയുള്ള കളിക്കോപ്പുകളോ വസ്ത്രങ്ങളോ അവനുണ്ടായിരുന്നില്ല. എങ്കിലും പഠനത്തിൽ അവൻ മിടുക്കനായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ അച്ഛൻ നൽകുന്ന 1 രൂപയോ 2 രൂപയോ ആയിരുന്നു അവന്റെ അന്നത്തെ വലിയ നിധി. ഡിഗ്രി പൂർത്തിയാക്കുമ്പോഴാണ് രാഹുൽ തന്റെ വീടിന്റെ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിഞ്ഞത്. അച്ഛന് വയസ്സായിരിക്കുന്നു. കടയിലെ ജോലി പഴയതുപോലെ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല. സഹോദരിയുടെ വിവാഹം, വീടിന്റെ കടബാധ്യതകൾ, നിത്യനിദാന ചെലവുകൾ എല്ലാം ഒരു വലിയ ചോദ്യചിഹ്നമായി അവന്റെ മുന്നിൽ നിന്നു. നാട്ടിൽ ചെറിയ ജോലികൾക്ക് പോയി തുടങ്ങിയെങ്കിലും ആ വരുമാനം ഒന്നിനും തികയുമായിരുന്നില്ല. കടം കൊടുത്തവർ വീട്ടിലെത്തി ബഹളം വെക്കാൻ തുടങ്ങിയപ്പോൾ രാഹുലിന് ഒരു കാര്യം മനസ്സിലായി. ഈ കടക്കണിയിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കാൻ കഠിനമായ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെയാണ് അവൻ ഒരു വിദേശ ജോലിക്ക് ശ്രമിക്കുന്നത്. വീടിന്റെ ആധാരം പണയം വെച്ച് ഒരു വിസ സംഘടിപ്പിച്ചു. മകനെ ദൂരേക്ക് അയക്കാൻ ആ അമ്മയുടെ മനസ്സ് സമ്മതിച്ചില്ലെങ്കിലും ജീവിത സാഹചര്യങ്ങൾ അവരെ അതിന് നിർബന്ധിതരാക്കി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ പുറത്ത് അച്ഛൻ്റെ കൈ പിടിച്ചു നിൽക്കുമ്പോൾ രാഹുലിന്റെ ഉള്ളിൽ വലിയ ഭയമായിരുന്നു. ആദ്യമായിട്ടാണ് അവൻ തന്റെ വീടും നാടും വിട്ടു പോകുന്നത്. മോനെ, സൂക്ഷിക്കണം, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് അമ്മ കരഞ്ഞപ്പോൾ അവൻ മനസ്സിനെ കല്ലാക്കി. വിമാനം ആകാശത്തേക്ക് ഉയർന്നപ്പോൾ ജനലായിലൂടെ താഴെ കാണുന്ന കൊച്ചു കേരളത്തിൽ നോക്കി അവൻ പ്രതിജ്ഞ ചെയ്തു, എന്റെ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ തീർത്തിട്ട് ഞാൻ തിരിച്ചു വരും. ഇന്ന് രാഹുൽ മണലാരണ്യത്തിലെ കഠിനമായ ചൂടിൽ ജോലി ചെയ്യുന്നു. അവന്റെ വിയർപ്പിന്റെ ഫലമായി നാട്ടിലെ വേഗിന്റെ കടങ്ങൾ വീട്ടി. അച്ഛന്റെ മരുന്നിനും സഹോദരിയുടെ പഠനത്തിനും ഇപ്പോൾ മുടക്കമില്ല. തന്റെ സന്തോഷങ്ങൾ ബലികയച്ച് കുടുംബത്തിന്റെ പുഞ്ചിരിക്കായി അധ്വാനിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾ ഒരാളായി അവൻ മാറി.